ഇന്ന് രാവിലെ ഒ പി ഡിയിൽ ഒരു 12 വയസ്സായ ഒരു കുട്ടി ചൊറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് കണ്ടായിരുന്നോ? ആ മേഡം, അത് ഒരുപാട് കൂടുതലായിട്ട് മുറിവൊക്കെ ആയിട്ടുണ്ടല്ലോ. ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് ടീനിയ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറിയാണ്. പക്ഷെ ആളുകൾക്കത് പറയാൻ ഭയങ്കര മടിയാണ്. അതിൽ ഒരുപാട് മുറിവെല്ലാം ആയി ആ കുട്ടിക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടപ്പോൾ. എന്താണ് ഈ ടീനിയ ഇൻഫെക്ഷൻ എന്നറിയോ? ഒരു ഡെർമറ്റോഫൈറ്റോസിസ് എന്ന് പറയും, അല്ലെങ്കിൽ റിംഗ് വേം ഇൻഫെസ്റ്റേഷൻ എന്ന് പറയും. ഡെർമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗസ് ഉണ്ട്. ഈ ഫംഗസിൻ്റെ അണുബാധ മൂലം ഉണ്ടാകുന്ന ചൊറിയാണ് ഈ വട്ടച്ചൊറി അല്ലെങ്കിൽ ഡെർമറ്റോഫൈറ്റോസിസ് അല്ലെങ്കിൽ ടീനിയ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മുടെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈർപ്പം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കാണുക. കക്ഷത്തിൽ, അതുപോലെ കാലിൻ്റെ അഴകിൽ, ബ്രസ്റ്റിൻ്റെ അടിയിൽ ഫീമെയിൽസിലൊക്കെ കാണാറുണ്ട്. മേഡം, ഈ വട്ടച്ചൊറിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആ കുട്ടിയുടെ റാഷ് നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. റെഡ് കളറിലുള്ള റാഷ് ആയിരിക്കും, റിംഗ് ലൈക്ക് അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പ്ഡ് ആയിട്ടുള്ള റാഷ് ആയിരിക്കും. അതിൻ്റെ എഡ്ജസ് കുറച്ച് ഉയർന്നിട്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ കുറച്ച് സ്കെയിലിങ്ങും കാണും. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റാഷിനെ ഡിസ്ക്രൈബ് ചെയ്യുക. മനസ്സിലായോ? റെഡ് സർക്കുലർ റിംഗ് ലൈക്ക് റാഷ് വിത്ത് റൈസ്ഡ് എഡ്ജസ്, അങ്ങനെ പറയാം, വിത്ത് സ്കെയിലിംഗ്. ഇങ്ങനെയായിരിക്കും ഈ റിംഗ് വേം ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറിയുടെ റാഷസ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ അവർക്ക് നല്ല ഇച്ചിങ് അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. മെയിൻ മോഡ് ഓഫ് സ്പ്രെഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴിയാണ്. ഇച്ചിങ് ഉള്ള ഒരാളുടെ ശരീരത്തിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ അത് മറ്റൊരാളിലോട്ട് പകരാം. അല്ലെങ്കിൽ അവരുപയോഗിച്ച ടവൽ യൂസ് ചെയ്യുന്നത് വഴി, അവരുപയോഗിച്ച അണ്ടർ ഗാർമെൻറ്റ്സ്, ഡ്രസ്സസ് ഒക്കെ ഉപയോഗിക്കുന്നത് വഴി, അതുപോലെ ജിമ്മിലൊക്കെ പോകുമ്പോൾ സെയിം മാറ്റ് ഉപയോഗിക്കുന്നത് വഴിയൊക്കെ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പകരാം. ഇതിനെന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് ഉള്ളത്? ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ആ ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യണം. നമുക്ക് വട്ടച്ചൊറിയാണ് എന്നുള്ളത് തിരിച്ചറിയണം. ഈ റാഷ് ഉള്ളവരുടെ ഒരു 4-5 ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ റാഷ് എങ്ങനെയായിരിക്കും, വട്ടച്ചൊറിയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. രണ്ടാമത്തേത്, ഇതിന് നാണക്കേടിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഡോക്ടറെ കാണിക്കുക, ചികിത്സ നേടുക. ആ കുട്ടിക്ക് സംഭവിച്ചത് കണ്ടോ, ഒരുപാട് റാഷ് കൂടി നമ്മൾ ആൻറ്റിബയോട്ടിക്സ് അടക്കം കൊടുക്കേണ്ട ഒരവസ്ഥയിലോട്ട് പോയി. അത്തരത്തിലോട്ടാവാതെ വേഗം ചികിത്സ തേടുക. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ആൻറ്റി ഫംഗലാണ്. പലരും കാണിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ അവർ ഫാർമസിയിൽ പോകും, സ്റ്റിറോയിഡ്സ് ഉള്ള ഓയിൻമെൻറ്റ്സ് വാങ്ങും, അത് പുരട്ടും. അപ്പോൾ ആ റാഷ് വീണ്ടും സ്പ്രെഡ് ആവും. അതുകൊണ്ട് ഫാർമസിയിലും മറ്റും പോയി മരുന്ന് വാങ്ങിക്കാതെ ഡോക്ടറെ കാണിച്ച് ആൻറ്റി ഫംഗൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ടോപ്പിക്കൽ ആൻറ്റി ഫംഗൽസ് മതിയാകും. അത് ഏൽക്കുന്നില്ലെങ്കിൽ ഓറൽ ആൻറ്റി ഫംഗൽസ് വീക്ക്ലി, ട്വൈസ് വീക്ക്ലി, ഡെയിലി എടുക്കുന്ന റെജിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ഡോക്ടറെ കാണിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈവറ്റ് പാർട്സ് ഒക്കെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ടവൽസ്, അണ്ടർ ഗാർമെൻറ്റ്സ് ഒന്നും എക്സ്ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഡ്രസ്സുകളും എക്സ്ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.